നിയമസഭയിൽ മദ്യനയ വിവാദങ്ങൾ കൊടുങ്കാറ്റായപ്പോൾ ഭരണപക്ഷത്തെ നിലംപരിശാക്കി മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ മാസ് ഇടപെടൽ. സഭയിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉയർത്തിയ ആരോപണങ്ങളെയെല്ലാം അക്കമിട്ട് നിരത്തി സെൽഫ് ഗോളാക്കി മാറ്റിയാണ് മുഖ്യമന്ത്രി ഇന്നലെ സഭയിൽ നിറഞ്ഞാടിയത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ പേരിൽ നടന്ന ചർച്ചകളിൽ മുൻ എക്സൈസ് മന്ത്രി എം.വി. ഗോവിന്ദൻ മദ്യ കമ്പനികളുമായി നടത്തിയ ചർച്ചകൾ സഭയിൽ പുറത്തു കൊണ്ടുവന്നതോടെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം ഒന്നടങ്കം പ്രതിരോധത്തിലായി. മദ്യനയം തീരുമാനിക്കുന്നത് UDF ആണെന്ന പ്രഖ്യാപനത്തോടെയാണ് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കണോ വേണ്ടയോ എന്നത് രാഷ്ട്രീയ തീരുമാനമാണെന്നും വിൽക്കില്ലെന്ന് തീരുമാനിച്ചാൽ പിന്നെ സർക്കാരിന്റെ നികുതി ഘടനയ്ക്ക് പ്രസക്തിയില്ലെന്നും സതീശൻ വ്യക്തമാക്കി. ബജറ്റിലെ നികുതി നിർദ്ദേശങ്ങൾ വേഗത്തിലാക്കാൻ ഫയൽ നീക്കം വേഗത്തിലാക്കുക മാത്രമാണ് സർക്കാർ ചെയ്തതെന്നും ഇതിൽ ഒരു ഗൂഢാലോചനയുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അന്നത്തെ ഭരണപക്ഷത്തെ പിടിച്ചുലയ്ക്കുന്ന വിവരങ്ങളാണ് സതീശൻ പുറത്തുവിട്ടത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാൻ തീരുമാനിക്കുകയും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് എം.വി. ഗോവിന്ദൻ എക്സൈസ് മന്ത്രിയായിരിക്കെ ബക്കാടി കമ്പനിയുമായി ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്തുവെന്ന് മുഖ്യമന്ത്രി സഭയിൽ വെളിപ്പെടുത്തി. ബക്കാടി കമ്പനിയുടെ അപേക്ഷയിൽ തീരുമാനമെടുക്കാൻ അന്ന് മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നതായും അദ്ദേഹം സഭയിൽ ഓർമ്മിപ്പിച്ചു. ഫയലുകൾ AKG സെന്ററിലേക്ക് പോകുന്ന രീതിയല്ല ഇപ്പോഴത്തെ സർക്കാരിനുള്ളതെന്ന് വീമ്പിളക്കിയ പ്രതിപക്ഷ നേതാവിന് സ്വന്തം മുൻ മന്ത്രിയുടെ കാലത്തുണ്ടായ ഇടപെടലുകൾ എണ്ണി പറഞ്ഞതോടെ മറുപടിയില്ലാതെയായി. ബാറുകളുടെ എണ്ണം 28-ൽ നിന്ന് 900-ആക്കിയ ചരിത്രം LDF-നാണെന്നും മദ്യമൊഴുക്കിയവർ ഇപ്പോൾ പ്രതിപക്ഷത്തിരുന്ന് ചോദ്യം ചോദിക്കുന്നത് പരിഹാസ്യമാണെന്നും മുഖ്യമന്ത്രി തിരിച്ചടിച്ചു. UDF-ലെ ചില വിമത നീക്കങ്ങളെയും സതീശൻ സമർത്ഥമായി പൊളിച്ചു. നികുതി ഘടന മാറ്റുക എന്നത് ബജറ്റ് നടപടിയുടെ ഭാഗമാണെന്നും ഇത് മദ്യനയമല്ലെന്നും വ്യക്തമാക്കിയതോടെ പാർട്ടിക്കുള്ളിലെ വാദങ്ങൾക്കും തിരശ്ശീല വീണു. ബക്കാടി കമ്പനിയുമായി ഏർപ്പെട്ടിട്ടാണ് മുഖ്യമന്ത്രി ഇത് ചെയ്തത്. എന്തെല്ലാം ആരോപണമാണ്, എത്ര കിട്ടി അല്ലേ? ഞാൻ പറഞ്ഞുതരാം, എത്ര കിട്ടിയെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യമായിട്ട് ഈ പരിപാടി തുടങ്ങിയെന്നാണെന്നറിയാമോ? അതായത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് മെയ് 20. 6 മാസത്തിനകം ഇപ്പം എനിക്കെതിരായിട്ട് പറഞ്ഞ ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി എം.വി. ഗോവിന്ദൻ അന്ന് എക്സൈസ് മന്ത്രിയാണ്. ആദ്യത്തെ നോട്ടാണ് ഗണ്യ കാണുക. അന്നത്തെ എക്സൈസ് മന്ത്രി പറയാണ്, ബർക്കാടി ഇന്ത്യ, SDF ഇൻഡസ്ട്രീസ് എന്നിവ നൽകിയ അപേക്ഷകളും സമാനമായ മറ്റ് അപേക്ഷകളും ഒരുമിപ്പിച്ച് ഗണ്ണികയിൽ പറഞ്ഞത് പ്രകാരം വീര്യം കുറഞ്ഞ മദ്യത്തിന് വ്യക്തമായ നിർവചനം നൽകി വിശദമായ റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിക്കുക. ആരാണ് ബർക്കാടി കമ്പനിയായിട്ട് സംസാരിച്ചത്? ആരാ ബർക്കാടി കമ്പനിയായിട്ട് ആദ്യമായി സംസാരിച്ചത്? ഇനി കേട്ടോ. അല്ലല്ല രണ്ടാമത്തെ ബക്കാടി രണ്ടാമത്തെ ആരോപണം എന്താ? രണ്ടാമത്തെ ആരോപണം എന്ന് പറയുന്നത് ഈ വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ ഇറങ്ങിയാൽ ഇപ്പോഴും പറഞ്ഞു യുവതലമുറയെ മുഴുവൻ നശിപ്പിച്ചു കളയും. യുവതലമുറ ഇല്ലാതാവും, സ്ത്രീകളും കുട്ടികളും ആവും. 31/3/2022 ആ സർക്കാരിന്റെ മദ്യനയം, അതിലെ ഐറ്റം 25 ഏത് LDF സർക്കാരിന്റെ ഉദയഭാനു കമ്മീഷന്റെ ശുപാർശയിൽ വീര്യം കുറഞ്ഞ മദ്യം പ്രോത്സാഹിപ്പിക്കാൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സംസ്ഥാനത്ത് 20% വരെ വീര്യമുള്ള മദ്യം ലഭ്യമാക്കുന്നതിന് നടപടി സ്വീകരിക്കും. തീരുമാനിച്ചാണ് കേട്ടാ. അതായത് വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ ഇറങ്ങിയാൽ അപകടമാണ് എന്ന് പറഞ്ഞ സർക്കാരിന്റെ മദ്യനയം